ഈ ക്രിസ്മസ് ദിനത്തിൽ 24-നൊപ്പം ഇപ്പോൾ ചേരുന്നത് മലയാളത്തിന്റെ ഖ്യാതി പല ലോകവേദികളിലും എത്തിച്ച പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയാണ്. സർ, ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഇപ്പോൾ വീട്ടിൽ തന്നെയാണോ ക്രിസ്മസ്? അതെ അതെ, ഈ ക്രിസ്മസ് വീട്ടുകാരോടൊപ്പമാണ്. ഒപ്പം തന്നെ വളരെയധികം വ്യത്യസ്തമായ ഒരു മാനസികമായ ഉള്ള വലിയ സംഘർഷങ്ങളിലൂടെ പോകുന്ന ഒരു ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ എങ്ങും കേൾവിയില്ലാത്ത തരത്തിൽ നമ്മൾ മനുഷ്യർ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് ഏറ്റവും പറയുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ പറയും, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ പിറവിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഉണ്ണിയേശുവിന് ശേഷമാണ് സ്നേഹത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശത്രുവിനെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ട്, അവിടെ ഇത്തരം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഒരു വിദ്വേഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, അത് മനുഷ്യനെ രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യനെന്നുള്ള ഒരു അവസ്ഥയെ വിട്ട് ചിന്തിക്കുന്ന പോലെയുള്ള ചില ആക്രമണ സ്വഭാവങ്ങൾ പലയിടത്തുനിന്നും കേൾക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്ക് ഏറെ പ്രസക്തവുമാണ്. അങ്ങ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നീട് അത് പതിയെ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ കേരളത്തിലും കരോൾ സംഘത്തെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണല്ലോ. ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് നമുക്ക് പറയുന്ന, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലാതാകുന്ന പോലെയുള്ളൊരു സ്നേഹം ചൊരിഞ്ഞ ഒരാളാണ് ക്രിസ്തു എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ക്രൂശിതനായ ഒരാളുടെ ജന്മം. അദ്ദേഹം ദൈവം സ്നേഹമാണെന്നാണ് പഠിപ്പിച്ചത്, മറ്റൊന്നുമല്ല. അപ്പോൾ ആ സ്നേഹത്തിൽ ആണ് നമ്മൾ ശത്രുവിനെ മേശ ഒരുക്കുക എന്ന് പറയുന്ന പോലെ ശത്രുവിനെ സ്വീകരിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഉള്ള വചനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പുണ്യാത്മാവ്. ആ ഉണ്ണിയേശുവിന് എഗൻസ്റ്റായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്കെതിരെയുള്ള സംസാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം സാധാരണഗതിയിൽ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിന്റെ സമയത്തൊക്കെ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ സാധാരണഗതിയിൽ വീട്ടിലാണോ ക്രിസ്മസ്? ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മകൾ തൊട്ട് ഏറ്റവും ആഘോഷിക്കപ്പെടുന്നത് ക്രിസ്മസ് കാലഘട്ടം തന്നെയാണ്. കാരണം ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ക്രിസ്മസ് കാർഡുകൾ ഉണ്ടാക്കുന്നത് മുതൽ നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ, ഒത്തുചേരൽ, സുഹൃത്തുക്കൾ വന്നു, ബന്ധുക്കൾ വരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, പിന്നെ ക്രിസ്മസിൻ്റെ കരോൾ സോങ്സ് അത് പഠിക്കുക, അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വർഷത്തെ ക്രിസ്മസിനും അത്തരത്തിലുള്ള ധാരാളം ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണത്തെ ക്രിസ്മസിന്റെ ഒരു ആശങ്ക അങ്ങ് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അങ്ങ് വ്യക്തിപരമായ ചില സന്തോഷവും തിരക്കും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ സ്വന്തം നാട്ടിലെ ഒരു നാടകവേദിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ, ഈ വരുന്ന 27, 28 ശനി ഞായർ ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ ഏതാണ്ട് അമച്ചർ നാടകങ്ങൾ 9ഓളം നാടകങ്ങൾ ഞങ്ങൾ തിരുവല്ലയിൽ ഒരു മത്സരത്തിനായിട്ട് ഒരു നാടകോത്സവം ഒരുക്കുകയാണ്. അത് MG സോമൻ ഫൗണ്ടേഷന് വേണ്ടി നാടകരംഗത്തു നിന്ന് വളർന്ന് വലിയ മലയാള സിനിമയിൽ വലിയൊരു സ്ഥാനം എടുത്ത സോമേട്ടൻ്റെ സ്മരണയ്ക്കായിട്ട് 28ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ നാടകോത്സവം നടത്തുന്നത്. ഒപ്പം തന്നെ ശ്രീ KG എബ്രഹാമിന് ശ്രേഷ്ഠ സേവാമിത്ര അവാർഡ് ഈ വർഷം ചിറ്റയം ഗോപകുമാർ നൽകുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒക്കെ ഇടക്കാലങ്ങൾ തിരുവല്ലക്കാർക്ക് ഒരു ആഘോഷമാക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരുക്കങ്ങളിലാണ്. അതുപോലെ തന്നെ അങ്ങയുടെ സിനിമയെക്കുറിച്ച് കൂടി ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ മലയാളികൾ കാത്തിരിക്കുന്നതാണ് അങ്ങയുടെ ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സിനിമ എപ്പോഴെന്നുള്ളത്. ഇപ്പോൾ പിന്നീട് ആടുജീവിതത്തിന് ശേഷം അങ്ങയുടെ അടുത്ത സിനിമ ഏതെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ആ സിനിമയുടെ തിരക്കുകളൊക്കെ ആണോ? ആ സിനിമയുടെ ഒരു പ്രാരംഭ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു എഴുത്തിലാണ്. സിനിമയുടെ ഒരു ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് 2026 തന്നെ പറയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.
ഇപ്പോൾ ഈ 2025 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമായിരുന്നു. ഒരേ സമയം കൊമേഴ്ഷ്യലായും അതേപോലെ തന്നെ കണ്ടന്റ് വൈസും മലയാള സിനിമ വളരെ മുകളിലേക്ക് പോയ വർഷമാണ്. 300 കോടി കളക്ഷനിൽ കിട്ടുന്നു. നല്ല നല്ല സിനിമകൾ ഉണ്ടാകും. അത് ഈ മുഴുവൻ ആളുകളും സംസാരിക്കുന്ന, ഈ രാജ്യത്തിന് പുറത്തുള്ളവർ പോലും സംസാരിക്കുന്ന സിനിമകളൊക്കെ മലയാളത്തിൽ നിന്നുണ്ടാകുന്നു. അത്തരത്തിലുള്ള വർഷമാവുമോ 2026? ഈ 2025 മലയാള സിനിമ ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്ന് പറയുന്നതോടൊപ്പം അല്ലെങ്കിൽ കൊമേഴ്സ്യലായിട്ട് വിജയമാകുന്നു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ വിജയമാണ്. പ്രേക്ഷകരുടെ അഭിരുചിയിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകുന്നു. പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആൾക്കാർ സിനിമ ധാരാളമായി കാണുന്നു, അതിനെ ആസ്വദിക്കാനും കഴിയുന്നു എന്ന് പറയുന്നതാണ്. സിനിമയ്ക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു മന്ദീഭാവം മാറിയിട്ട് സിനിമ ആഘോഷിക്കപ്പെടുവാനായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ഉണ്ടാവണം. കാരണം അത്രയധികം പ്രഗത്ഭരായ ടെക്നീഷ്യൻസ്, ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സമ്പന്നമാണ് നമ്മുടെ മലയാള സിനിമ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പ്രേക്ഷകരുടെ അഭിരുചി മാറുന്നു. മുൻപ് ഈ തട്ടുപൊളിപ്പൻ സിനിമകൾക്ക് മാത്രമായിരുന്നു തിയേറ്ററുകളിൽ ആൾ നിറയുന്നത്, അല്ലെങ്കിൽ ഹൗസ്ഫുൾ എന്ന നിലയിലേക്കൊക്കെ പോകുന്നത്. അല്ലാത്ത സിനിമകൾ സാധാരണഗതിയിൽ കൊമേഴ്ഷ്യലി വലിയ മെച്ചമില്ലാത്ത രീതിയിലായിരുന്നു. അതൊക്കെ മാറുന്നു. ഇപ്പോൾ ആടുജീവിതം തന്നെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു. സമീപകാലത്ത് മമ്മൂട്ടി ചെയ്ത ചില പരീക്ഷണങ്ങൾക്കൊക്കെ തിയേറ്ററിൽ വലിയ ആളുകൾ വരുന്നു. അപ്പോൾ അതൊരു വലിയ മാറ്റമാണല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവലിന് മാത്രമായിരുന്നു ഏതെങ്കിലും സിനിമ, വലിയ സിനിമകൾ വരുന്നത്. അപ്പം തന്നെ കുടുംബ പ്രേക്ഷകർക്ക് എന്നുള്ള രീതിയിൽ ഈവൻ ടൈറ്റിൽ പോലും അങ്ങനെയാണല്ലോ, കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു വേർതിരിവുകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിന് മുഖ്യമായ കാരണക്കാർ യങ്സ്റ്റേഴ്സ് തന്നെയാണ്, പുതിയ തലമുറയാണ്. പുതിയ തലമുറ വളരെയധികം നന്നായിട്ട് സിനിമ എൻജോയ് ചെയ്യുകയും സിനിമയിലേക്ക് കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി കടന്നു വരികയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പം സിനിമയ്ക്ക് ലോകോത്തര നിലവാരത്തിലേക്കൊക്കെ പ്രേക്ഷകർ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് സിനിമയുടെ സൗണ്ടിനെക്കുറിച്ചും മ്യൂസിക്കിനെക്കുറിച്ചും ഒക്കെ അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളെയൊക്കെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് പ്രേക്ഷകർക്ക് ധാരണയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമായിട്ട് തോന്നുന്നത്. എന്തായാലും അങ്ങേക്കും കുടുംബത്തിനും 24ന്റെ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.